നമുക്കിന്ന് 3 PSC മുൻപ് ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങളുണ്ട്. നമുക്ക് തുടങ്ങാം. ഇവിടെ നോക്കുക, 76,54,325 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം, ഉത്തരവല്ല ശിഷ്ടം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? 76,54,325 എഴുതിയിട്ട് അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഈ മത്സര പരീക്ഷകൾക്കൊന്നും ആ മാർഗം ഉചിതമല്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു എളുപ്പ വഴിയാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഒന്നിടവിട്ടുള്ള നമ്പറുകൾ നിങ്ങൾ നോക്കുക. ഇവിടെ 7, 5, 3, 5 അല്ലേ? 7, 5, 3, 5. ഞാൻ ഇടവിട്ടുള്ള നമ്പറുകൾ എടുത്തു. ഒന്ന് കൂട്ടിയാലോ? 7, 5, 12, 12, 3, 15, 15, 5, 20. ഞാൻ ആ 20 ഇവിടെ എഴുതുകയാണ്. ഇനി ഈ സംഖ്യകൾ, ഇത് ഇടവിട്ടുള്ള ഈ സംഖ്യകൾ നോക്കാം. 6, 4, 2 അല്ലേ? 6, 4, 10, 10, 2, 12. 20-ൽ നിന്ന് 12 കുറച്ചാലോ നമുക്ക് 8 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ വലിയ സംഖ്യയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8 ആണ്. വളരെ എളുപ്പമല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. 1.25 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75. ഇവിടെ നോക്കാം, 1.25 കൂടെ 1.25 നിന്നും 0.25 കുറക്കാം. നമുക്ക് വേണമെന്ന് എഴുതി നോക്കാം. 1.25 മൈനസ് 0.25 കുറക്കുമ്പോൾ 0.01 കിട്ടും അല്ലേ? അതായത് ഇവിടുത്തെ ആൻസർ 1 ബൈ ഇവിടെ 1.25 കൂടെ 1.75 കൂട്ടുമ്പോൾ ഇവിടെ ഒന്ന് എഴുതാം. 1.25 കൂടെ 0.75 കൂട്ടുമ്പോൾ 5, 5, 10, 0, ശിഷ്ടം 1, 7, 2, 9, 1, 10, 0, ശിഷ്ടം 1, 10, 0 അല്ലേ? ശിഷ്ടം 1, 2. ഇവിടെ നമുക്ക് 2 കൂടെ കൂട്ടുമ്പോൾ 2 കിട്ടി. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം. ഓപ്ഷനിൽ ഈ 1/2 എന്ന് പറയുന്ന ആൻസർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 1/2 എന്ന് പറയുന്നത് എന്താണ്? 1-ൻ്റെ പകുതിയാണ്. 1-ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, അര എന്ന് പറയുന്നതിനെ ഡെസിമൽ രൂപത്തിൽ, അര ഫ്രാക്ഷണൽ രൂപമാണ്, അതിനെ ഡെസിമൽ രൂപത്തിൽ എഴുതുമ്പോൾ 0.5 ആണ്. അപ്പോൾ നമുക്ക് 0.5 ആണ് ഇവിടെ ആൻസർ. ഇനി നിങ്ങൾ നോക്കുക, ഈ 1/4 ആണെങ്കിലോ ഇതിൻ്റെ ഫ്രാക്ഷനാണ്. ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഇനി 3/4 അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കാം. 3/4 എന്ന് പറയുന്നത് 0.75 ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. 1/4 എന്ന് പറയുന്നത് ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 0.25 ആണ്. 3/4 ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 0.75 ആണ്. 1/2 ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ 0.5 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടെ എഴുതി നമുക്ക് നിർത്താം. 2 × 5 × 7 × 4 × 2 × 5 × 7 ഇതിൻ്റെ വർഗ്ഗമൂലമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിന് നമുക്കൊരു സ്ക്വയർ റൂട്ട് ഇങ്ങനെ ഇട്ടാൽ, ഇതെല്ലാം നമ്മളൊരു സ്ക്വയർ റൂട്ടിനകത്ത് ഇട്ടാൽ ഇതിൻ്റെ ആൻസറാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ ഈ 2 2കൾ സ്ക്വയർ റൂട്ടിനകത്തുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് മാറ്റുമ്പോൾ നമുക്ക് ഒരു 2 എഴുതിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഈ 2 2-ൽ ഒരു 2 എഴുതി. ഇത് നോക്കുക, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. സ്ക്വയർ റൂട്ടിനകത്ത് 2 5 ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് വർഗ്ഗമൂലം കാണുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ ഒരു 5 എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഇത് നോക്കുക, ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്. വർഗ്ഗമൂലം കാണുവാനായിട്ട് ഈ 2 7-ൽ ഒരു 7 എഴുതിയാൽ മതി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 4 ഉണ്ട്. 4-ൻ്റെ വർഗ്ഗമൂലം നമുക്കറിയാം, 2 × 2 ആണ് 4. അപ്പോൾ 4-ൻ്റെ വർഗ്ഗമൂലം 2 ആണ് എന്ന് നമുക്കറിയാം. ഇവയെ തമ്മിൽ എഴുതി ഗുണിച്ചാൽ മതി. നമുക്ക് 2 × 5 10, 10 × 7 70, 70 × 2 140. ക്ലിയർ അല്ലേ? 140 ഓപ്ഷനിലുണ്ടോ? യെസ്, 140 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതേപോലെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.